45 കൊല്ലം മുമ്പ് അലവിക്ക അജ്മാനിലൊരു പുട്ടുകട തുടങ്ങി. ഒപ്പം 3 മരങ്ങളും നട്ടു. 3-ാം തലമുറ കട ഏറ്റെടുത്തപ്പോൾ കാണാൻ അലവിക്കയില്ല. പക്ഷേ അദ്ദേഹം നട്ട മരങ്ങളുടെ തണലും ആവി പറക്കുന്ന പുട്ടിന്റെ രുചിയും ഇവിടെ തന്നെയുണ്ട്. ബിൻ ഖാദിം കഫ്റ്റീരിയ. 1 ദിർഹത്തിന് ഉപ്പുമാവ്, 2.5 ദിർഹത്തിന് പുട്ടും പയറും പപ്പടവും. ഒരു ചായ കൂടി ചേർത്താലും 5 ദിർഹത്തിനപ്പുറം ആഞ്ഞു പിടിച്ചാലും എത്തില്ല. അന്നും ഈ 2.5 ദിർഹംസിനാണ് പുട്ട് പയർ പപ്പടം കോമ്പോ കൊടുക്കുന്നത്. എന്നും ലേബേഴ്സിന് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ അന്ന് മുതലേ കൊടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ ഇപ്പോഴും കൊടുക്കണം. 4 മണി മുതൽ പ്രാതൽ റെഡിയാവും. ജോലി സമയം അനുസരിച്ച് ആ കുഞ്ഞു കട നിറയെ ആളുകൾ ഒഴുകിയെത്തും. നമുക്ക് ഇവിടെ വരുന്ന 90% കസ്റ്റമേഴ്സിന്റെ പേരറിയാം. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ അടുത്ത് തന്നെ ആവും. പ്രവാസത്തിന്റെ ലാഞ്ചിക്കാലത്ത് മലപ്പുറത്ത് നിന്ന് കടൽ കടന്ന അലവി ഹാജി സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി വിളമ്പി തുടങ്ങിയതാണ് ആവി പറക്കുന്ന പുട്ട്. അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്നതേ വാങ്ങുമെന്ന് മൂപ്പർ അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ്. വെല്ലിപ്പള്ള കാലത്തോടെ പക്ഷെ വേറൊരു കംപ്ലൈന്റ് ഉണ്ട് അവരുടെ പുട്ട്. എൻ്റെ ഉപ്പയുടെ കാൽപാദങ്ങളേറ്റൊരു സ്ഥലം കൂടിയായത് എന്നെ ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന്. അപ്പോൾ ഇന്നും ആ ഉപ്പയെ ഓർത്തുകൊണ്ട് വേണം എനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് പോകാൻ. ഇതൊരു ദുബായിലൊരു മോഡലല്ലല്ലോ നമ്മൾ. നാട്ടിലൊരു ചായ മക്കാനി ഇവിടെ വന്ന്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു പണി വയ്ക്കില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ മരത്തിൻ്റെ ഒട്ട് വന്ന് ഒത്തിരിക്കും. കാലത്തിനൊപ്പം മെനുവിൽ ചിക്കനും മീനും ബീഫും എല്ലാം ഇടം പിടിച്ചെങ്കിലും കാശ് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതേ വാങ്ങൂ. നമ്മുടെ അടുത്ത് വരുന്നത് നമ്മളെ മലയാളികൾ മാത്രമല്ല, അതർ നാഷണാലിറ്റീസ് എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ പരിചയപ്പെടുത്തുന്ന ഹെൽത്തി ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അത് കാണിച്ചു കൊടുത്തപ്പോൾ സ്ഥിരം ആയിട്ട് വന്ന് കഴിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അലവിക്ക ഒരു ഓർമ്മയായെങ്കിലും സാധാരണക്കാരന്റെ വിശപ്പ് മാറ്റണമെന്ന അദ്ദേഹത്തിന്റെ വാക്ക് അണുവിട തെറ്റാതെ മക്കളും ചെറുമക്കളും ഇന്നും പാലിക്കുന്നു. അജ്മാൻ ഹെറിറ്റേജ് മ്യൂസിയത്തിന്റെ തൊട്ടു പിറകിലാണ് അലവിക്കയുടെ ബിൻ ഖാദിം കഫ്റ്റീരിയ.